ഹലോ ഫ്രണ്ട്സ്, ഇത് ഞാൻ കുറച്ച് ദിവസം മുമ്പ് എടുത്ത വീഡിയോ ആണ്. ഞാൻ ഇപ്പം നിൽക്കുന്നത് നമ്മുടെ തിരുവനന്തപുരം വുമൻസ് കോളേജിലാണ്. കേരള കലാസാഹിത്യ തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിന് പങ്കെടുക്കാൻ വന്നേനെ കേട്ടോ. മാധ്യമ പ്രവർത്തകൻ, സീരിയൽ, സിനിമ, പിന്നെ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഒക്കെ ആയതുകൊണ്ട് അപ്പയ്ക്ക് ഇവിടെ നിന്ന് ഒരു അവാർഡൊക്കെ കിട്ടി. അങ്ങനെ അവിടെ പ്രോഗ്രാം നടക്കുന്ന ടൈമിൽ ഞാനും അമ്മയും അനിയത്തിയും കൂടെ കോളേജ് ഒന്ന് ചുറ്റി കാണാമെന്ന് വിചാരിച്ച് ഞാൻ ആദ്യമായിട്ടാണ് വുമൻസ് കോളേജിൽ കയറുന്നത് കേട്ടോ. പിന്നെ അമ്മ ഇവിടുത്തെ ഒരു സ്റ്റുഡൻറ്റും കൂടെ ആയിരുന്നു കേട്ടോ. അങ്ങനെ അമ്മ പഠിച്ച ക്ലാസ്സുകളും ഓരോ ബിൽഡിങ്ങുകളും ഓരോ ബ്ലോക്കൊക്കെ എനിക്ക് കാണിച്ചു തരായിരുന്നു കേട്ടോ ഇവിടെ വന്നിട്ട്. അങ്ങനെ ഇവിടെ മൊത്തം നടന്നു കണ്ടിട്ട് നമ്മൾ വീണ്ടും പ്രോഗ്രാം നടക്കുന്ന ഹാളിലോട്ട് പോയി. ഇവിടുത്തെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞിട്ട് അനിയത്തിക്ക് ബീച്ചിൽ പോകണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നേരെ സമുദ്ര പാർക്കിൽ പോയട്ടെ. ഇവിടെ അത്യാവശ്യം വ്യൂ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങോട്ട് വന്നു. ഇവിടെ ഇഷ്ടംപോലെ പെയിൻറ്റിങ്സ് ഉണ്ട് കേട്ടോ. ഈ ചുവരുകളിൽ മൊത്തം നല്ല നല്ല പടങ്ങളൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു വ്യൂ പോയിൻറ്റും കൂടെയാണ് കേട്ടോ. നമുക്കിവിടെ ഫോട്ടോഗ്രാഫിക്കൊക്കെ പറ്റിയ സ്പോട്ടാണ്. പിന്നീട് കൂടുതലും വൈകിട്ടൊക്കെ വന്നാൽ കുറച്ചുകൂടി രസമായിരിക്കും. നമ്മളൊരു ഉച്ച ടൈമിലൊക്കെയാണ് വന്നത്. വലിയ വെയിലില്ലാത്തതുകൊണ്ട് വലിയ കുഴപ്പമില്ലായിരുന്നു. ഇത്തിരി കാർമേഘമൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് ഇത്തിരി ആശ്വാസം ഉണ്ടായിരുന്നു. നല്ല അത്യാവശ്യം നല്ല വ്യൂ ഒക്കെ ഉണ്ട് കേട്ടോ. അവിടെ നിന്ന് നടന്നിങ്ങനെ സൈഡിലോട്ട് വരുമ്പോൾ നമുക്ക് വീണ്ടും ഒരു ചുവരിൽ നല്ല പെയിൻറ്റിങ്സ് ആണ് കേട്ടോ. അവിടെ നിന്ന് ഇങ്ങനെ വീണ്ടും നടന്നു പോയി ഈ സ്റ്റെപ്പ് കയറി പോകുമ്പോൾ ഉള്ള വ്യൂ കാണണം. എൻ്റെ മോനെ, എന്ത് രസമല്ലേ, സ്വർഗം! എന്താ രസം! വലിയ വെയിലില്ലാത്തതുകൊണ്ട് കുറച്ചൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയേട്ടാ. പക്ഷെ നമ്മളൊരു സന്ധ്യാ സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ കിട്ടില്ലായിരിക്കും കേട്ടോ. ചിലപ്പോൾ സൺസെറ്റൊക്കെ നമുക്ക് കാണാൻ പറ്റും. എനിക്ക് അറിഞ്ഞൂടാ. ഇത് ദൂരോട്ട് നോക്കിയാൽ നമുക്കൊരു ചെറിയ ബോട്ട് കാണാം. ഇത് അങ്ങൊരു കപ്പൽ നമുക്ക് കാണാം. കൂടുതൽ സൂം ചെയ്യാൻ പറ്റില്ല. എന്തായാലും നല്ലൊരു വ്യൂ സ്പോട്ടാണ്. വെള്ളം വന്ന് ഇറങ്ങിനാണ്ട. സമുദ്ര പാർക്കിങ്ങിൽ നിന്ന് ഇറങ്ങിയിട്ട് നമുക്ക് ഇറങ്ങാൻ പറ്റിയ ബീച്ച് എന്തെങ്കിലും ഉണ്ടാകുന്ന നോക്കി നമ്മൾ വിഴിഞ്ഞം സൈഡിലോട്ട് വന്നേട്ടാ. ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് വിഴിഞ്ഞം പള്ളിയാണ്. അവിടെ നിന്ന് നല്ല അത്യാവശ്യം നല്ല സ്പോട്ടുണ്ട് കേട്ടോ. വൈകിട്ടൊക്കെ വന്നിരിക്കാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ. ഇത് നല്ല രസമുണ്ട് കാണാനൊക്കെ ആയിട്ട്. അങ്ങനെ ഇവിടെ നിന്ന് നമുക്ക് നോക്കുമ്പോൾ നമുക്ക് വിഴിഞ്ഞം പോർട്ട് കാണാൻ പറ്റും. ഞാൻ ഇപ്പോഴാണ് വിഴിഞ്ഞം പോർട്ട് കാണുന്നത് കേട്ടോ. ഇതുവരെ ഞാൻ വന്നില്ല ഇങ്ങോട്ട്. കുറച്ചുകൂടി നേരെ ഇരുട്ടുമ്പോഴത്തേക്ക് അവിടെ ലൈറ്റൊക്കെ ഇടുമ്പോൾ നല്ല രസമായിരിക്കും തോന്നുന്നു കേട്ടോ കാണാനായിട്ട്. നല്ലൊരു വ്യൂ ആണ് ഇവിടെ നിന്ന് പോർട്ടൊക്കെ കാണാനായിട്ട്. ഇവിടെ കുറേ കല്ലൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ, തിര അങ്ങോട്ട് വലുതായിട്ട് അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഇത് അങ്ങറ്റം വരെ നീണ്ടു കിടക്കുന്ന ഒരു പാലം കാണാനായിട്ട് പറ്റും. പാലം പോലത്തൊരു സാധനം. അപ്പം നമുക്ക് നേരെ സൂം ചെയ്ത് നോക്കിയത് അവിടെ 2 കപ്പൽ കിടക്കണം കേട്ടോ. അതിൻ്റെ അകത്ത് മൊത്തം കണ്ടെയ്നറാണ്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ കോവളം ബീച്ചിലോട്ട് പോയട്ടോ. ഇവിടെ നല്ല ശാന്തമായ അന്തരീക്ഷമായിരുന്നു. നമ്മൾ വലിയ വെയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല രസമായിരുന്നു. അപ്പോൾ നമ്മൾ കാലൊക്കെ നനച്ചിട്ട് കുറച്ച് എൻജോയ് ചെയ്തു. ഇവിടെ ബുറാക്ക് എന്നൊക്കെ പേരെഴുതി വെച്ചിട്ടുള്ള ഒരു ചെറിയ ബോട്ടുണ്ട്. അതിൻ്റെ അടിയിൽ പട്ടികൾ കിടന്നുറങ്ങുകയാണ്. ഗൈസ്, ഞാൻ ബോട്ടിൽ കയറി കടലിൽ കൂടി പോവുകയാണ്. ചുമ്മാ ഗൈസ്, ഇത് ഞാൻ ഒരു ഷോട്ട് എടുത്തതാണ് കേട്ടോ. ബീച്ചിൽ തന്നെ നിന്ന് എടുത്തേട്. അപ്പോൾ നമ്മൾ ബീച്ചിൽ നിന്നൊക്കെ ഇറങ്ങി ഗൈസ് എൻജോയ് ചെയ്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു പുതിയ കാണാം. DK സൈനിങ് ഔട്ട്.